കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് കളിക്കുന്നത് പോലെ IPSകാർ ബംഗാൾ ഗവർണറോട് കളിച്ചാൽ വിവരമറിയും. ഇതാ മലയാളി കൂടിയ ഗവർണർ CV ആനന്ദ് ബോസിനെതിരെ നീക്കം നടത്തിയ 2 ഉന്നത ഉദ്യോഗസ്ഥരായ IPSകാർക്കെതിരെ നടപടിയെടുത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വന്നിരിക്കുന്നു. ബംഗാളിലെ 2 IPS ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കേന്ദ്രത്തിന്റെ അച്ചടക്ക നടപടി വന്നിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ ഗവർണറുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്തുകയും അപവാദ പ്രചരണം നടത്തുകയും ചെയ്തതിന് കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയലിനും DCP ഇന്ദിരാ മുഖർജിക്കുമെതിരെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അച്ചടക്ക നടപടിയുണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് PTI വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് കേരളത്തിൽ കേന്ദ്ര മന്ത്രിമാരെയും ഗവർണറെയും ഒക്കെ കണ്ടാൽ ഓക്കാനിക്കുന്ന IPS IAS ഉദ്യോഗസ്ഥർക്ക് ഇതൊക്കെ ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. എതിരാളി കരുത്തനെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും പണി ഉറപ്പ്. കാരണം IPSും മറ്റും കേന്ദ്ര സർവീസാണ്. കേന്ദ്ര സർവീസിലെ അച്ചടക്ക നടപടികളും ശിക്ഷകളും തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരല്ല, കേന്ദ്ര സർക്കാരായിരിക്കും. ഇപ്പോൾ ബംഗാൾ രാജ്ഭവനെതിരെയും ഡോക്ടർ CV ആനന്ദ് ബോസിനെതിരെയും നീക്കം നടത്തിയ IPSകാരുടെ കസേരയാണ് തെറിച്ചിരിക്കുന്നത്. ഗോയലിനെയും കൊൽക്കത്ത പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ സെൻട്രൽ ഇന്ദിരാ മുഖർജിയെയും കുറിച്ച് പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് ജൂൺ അവസാന വാരം ആഭ്യന്തര മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിക്ക് തുടക്കം കുറിച്ചത്. രാജ്ഭവൻ പോലീസ് സഹായം ഒന്നുമില്ലാതെ ഇന്റേണൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാണ് കുറ്റക്കാരായ IPS ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയതും ഇത് കേന്ദ്ര സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്തതും. IPSകാർക്കെതിരെ ഗവർണർ നേരിട്ട് തന്നെ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്തു എന്ന് വേണം എടുത്തു പറയേണ്ടത്. IPSൽ ചീഫ് സെക്രട്ടറി റാങ്കിൽ വരെ ഇരുന്ന ഒരാളോടാണ് കളിയെന്നതും ബംഗാളിലെ ഉദ്യോഗസ്ഥർ മറന്നു. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബംഗാളിൽ നടന്ന ആക്രമണങ്ങളിൽ ഇരയായവർക്ക് ഗവർണറെ കാണാൻ രാജ്ഭവൻ ആവശ്യമായ അനുമതി നൽകിയിട്ടും കൊൽക്കത്ത പോലീസ് ഉദ്യോഗസ്ഥർ അനുവദിക്കാത്തത് വഴി ഉടലെടുത്ത പ്രശ്നങ്ങൾ ഗവർണർ തന്റെ റിപ്പോർട്ടിൽ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. വിശദമായ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് IPS ഉദ്യോഗസ്ഥർക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അച്ചടക്ക നടപടി ആരംഭിച്ചതെന്നാണ് ഉദ്യോഗസ്ഥർ PTIയോട് പറഞ്ഞത്. കത്തിന്റെ പകർപ്പ് ജൂലൈ 4 സംസ്ഥാന സർക്കാരിന് അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്ഭവനിലേക്ക് നിയോഗിക്കപ്പെട്ട മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥർ രാജ്ഭവനിലെ ഒരു വനിതാ താൽക്കാലിക ജീവനക്കാരി 2024 ഏപ്രിൽ മെയ് മാസങ്ങളിൽ കെട്ടിച്ചമച്ച ആരോപണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും രാജ്ഭവനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതായി ബംഗാൾ ഗവർണർ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തി. ഈ IPS ഉദ്യോഗസ്ഥർ അവരുടെ പ്രവൃത്തികളിലൂടെ ഗവർണറുടെ ഓഫീസിനെ കളങ്കപ്പെടുത്തുക മാത്രമല്ല, ഒരു ജനസേവകന് ഒട്ടും അനുയോജ്യമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിക്കുകയും ചെയ്തതായി ഗവർണർ ചൂണ്ടിക്കാട്ടിയിരുന്നു. മുമ്പ് പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസിനെതിരെ മമതാ ബാനർജിയും പോലീസും എടുത്ത ലൈംഗിക പീഡന കേസിൽ കൊൽക്കത്ത ഹൈക്കോടതിയുടെ സ്റ്റേ വന്നിരുന്നു. പശ്ചിമ ബംഗാൾ ഗവർണർക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ മമതാ ബാനർജിക്കും ബംഗാൾ പോലീസിനും നേരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനവും ഉണ്ടായിരുന്നു. ഭരണഘടനാപരമായ അധികാരങ്ങൾ ഗവർണർക്കുണ്ട്. ആ അധികാരം ലംഘിച്ച മമതയുടെ സർക്കാർ ഗവർണർക്കെതിരെ കള്ളക്കേസുണ്ടാക്കി, രാജ്ഭവൻ ഉദ്യോഗസ്ഥരെ ദ്രോഹിക്കുകയും ചെയ്തു. ഈ നടപടികളൊക്കെ നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി വിധിക്കുകയായിരുന്നു. ഇത്തരത്തിൽ രാജ്ഭവനെ അപമാനിക്കാൻ കൂട്ടുനിന്ന IPS ഉദ്യോഗസ്ഥർക്കെതിരെയാണിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെയും നടപടി വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.